കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നിധിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ്. നിധിയും സുധീഷും ഭയങ്കര സന്തോഷത്തോടെ വീട്ടിൽ വരികയാണ്. സുഭാഷാണെങ്കിൽ നിധി വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പം നിധി വന്ന ഉടനെ ഓടി സുഭാഷിൻ്റെ അടുത്ത് വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഇന്ന് പോയ ഇൻ്റർവ്യൂ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, ജോലിക്ക് ചെല്ലാൻ അവർ പറഞ്ഞേക്കുന്നതെന്ന് സുഭാഷിൻ്റെ അടുത്ത് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുഭാഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പം നികേഷും പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തി ആഗ്രഹിച്ച പോലെ ഒരു ജോലി തന്നെ കിട്ടിയല്ലോ, ഭയങ്കര സന്തോഷമായി. ഇപ്പം ചേട്ടത്തിക്ക് സന്തോഷമായില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഈ ജോലി കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. കാരണം ഒന്നാമത്തെ ഇൻ്റർവ്യൂ അങ്ങനെ പോയതുകൊണ്ട് ഇതുപോലൊക്കെ പോത്തോളം എന്നാണ് വിചാരിച്ചത്. ഒരിക്കലും ഈ ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് നിധി പറയണം. സുഭാഷ് പറയുന്നുണ്ട്, അതിന് മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, മോളുടെ വിദ്യാഭ്യാസത്തിനുള്ള ജോലി കിട്ടിയിരിക്കും, അതെനിക്ക് ഉറപ്പായിരുന്നു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എന്തായാലും എനിക്ക് ആ ജോലി കിട്ടിയെന്നും പറഞ്ഞ് നിധി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, അത് നിധിയുടെ മാത്രം ഒരു ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കല്ലോ, കൂടെ വന്നവരുടെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, ആ ക്രെഡിറ്റ് സുധീഷ് അടിച്ചെടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വൈകിട്ട് ഭാസ്കരൻ വരുമ്പോൾ ഉടനെ കാര്യങ്ങളൊക്കെ നിധി ചെന്ന് പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇന്ന് പോയ ഇൻ്റർവ്യൂവിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, നാളെ തന്നെ ജോയിൻ ചെയ്യാൻ അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഭാസ്കരന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തായാലും അവസാനം മോൾ വിചാരിച്ച പോലെ, മോൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലി തന്നെ മോൾക്ക് കിട്ടിയല്ലോ. അങ്ങനെ എല്ലാവർക്കും നിധിക്ക് ജോലി കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്താണെങ്കിൽ ഹരീഷാണെങ്കിൽ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഹരീഷും അറിയുന്നുണ്ട് നിധിക്ക് ജോലി കിട്ടിയത്. അങ്ങനെ ഹരീഷ് നിധിക്ക് കൺഗ്രേസൊക്കെ കൊടുക്കുന്നുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് നീതു വിളിക്കുന്നുണ്ട്. നീതു വിളിച്ച് ഹരീഷിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഹരീഷ് പറയാണ്, പിന്നെയും വഴക്കിടാനാണോ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നീതു പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഉള്ള സത്യം എന്നോട് അന്നേ പറഞ്ഞാൽ ഞാൻ ഈ വഴക്കിടുമായിരുന്നോ, ഞാൻ കാര്യം അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എനിക്കത് പറയാനുള്ള അവസരം നീ തന്നില്ല, പിന്നെ നീ എന്നോട് എന്തിനാ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിറ്റേന്ന് തന്നെ വിളിക്കാമെന്ന്, അപ്പോൾ നീ അത് കേൾക്കത്തില്ല. അപ്പോൾ നീ ഇത് പറയാണ്, എന്തായാലും സോറി പറഞ്ഞ് നമ്മൾ കോംപ്രമൈസ് ആയല്ലോ, പിന്നെ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ പിന്നെയും സംസാരിക്കുകയാണ്. പഴയതുപോലെ നീതുവും ഹരീഷും നന്നായിട്ട് അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ നിധി ഭയങ്കര സന്തോഷത്തോടെ രാവിലെ ജോയിൻ ചെയ്യാൻ വേണ്ടി റെഡിയായി സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ട് വരികയാണ്. വരുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് എത്തുന്നുണ്ട്, ഭാസ്കരനും എത്തുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ വന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാണ്. അതിനുശേഷം നിധിയാണെങ്കിൽ ഭാസ്കരൻ്റെ കാൽ തൊട്ട് അനുഗ്രഹം വായിക്കുന്നുണ്ട്. അപ്പം നന്നായി വരാൻ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ഭയങ്കര സന്തോഷത്തോടെയും സുഭാഷിൻ്റെ കാലത്തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ നിധി പോകാനായിട്ട് ഇറങ്ങുവാണ്. നിധി പോകാനായിട്ട് ഇറങ്ങുമ്പം ഭാസ്കരൻ പറയാണ്, മോളെ എന്തായാലും മോൾക്ക് ജോലി കിട്ടിയ കാര്യം നമ്മൾ മാത്രമല്ല നാട്ടുകാരെല്ലാം ഒന്ന് അറിയട്ടെ, ഞാൻ കുറച്ച് പടക്കം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നികേഷ് പറയാം, അതെന്തായാലും കലക്കി. അങ്ങനെ നികേഷും എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കണം. പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ട് എല്ലാവരും ചുറ്റും അയൽ വീട്ടുകാരെല്ലാം വന്ന് നോക്കുവാണ്, എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല. നികേഷാണ് പടക്കം പൊട്ടിക്കുന്നത്, കൂടെ ഭാസ്കരനും ഉണ്ട്. അപ്പോഴാണ് ലളിത ഇങ്ങോട്ട് വരുന്നത്. ആഹാ, ഇനിയൊരു പടക്കം പൊട്ടിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഭാസ്കരന് ദേഷ്യം വരുന്നുണ്ട്. ഭാസ്കരൻ പറയാണ്, മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞ്, എൻ്റെ മോളാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മുന്നിൽ കയറി ശകലം നിൽക്കാതെ മാറിക്കിടി എന്ന് പറയുകയാണ്. ഓ പിന്നെ നിങ്ങളുടെ മോള് പോകുന്നു ജോലിക്ക്, ഇവള് ജോലിക്ക് പോയാൽ 2 ദിവസത്തിനുള്ളിൽ ജോലി പോകുമെന്ന് ലളിത പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരന് ഭയങ്കര ദേഷ്യം വരികയാണ്. ഭാസ്കരൻ പറയാണ്, നീ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ, നിൻ്റെ മോളുടെ കഥകളൊന്നും എന്നെക്കൊണ്ട് നാട്ടുകാരെ മുന്നിൽ പറയിപ്പിക്കല്ലേ, അതുകൊണ്ട് നീ വായടച്ച് വെച്ചിരിക്കുന്നേ നല്ലത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ലളിത എന്ന് ഭയക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പം നീ ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭാസ്കരൻ അടങ്ങിയിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട, മോളുടെ കഥയും ചരിത്രവും മൊത്തം ഞാൻ പറയിക്കും എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ലളിതയ്ക്ക് ഭയങ്കര ദേഷ്യം വന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് നിധി സുധീഷിൻ്റെ കൂടെ കാറിൽ കയറി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇയാളുടെ അച്ഛനെ വിളിച്ച് പറ ജോലി കിട്ടിയെന്ന്, ഇയാളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കത്തിച്ച് കളഞ്ഞ് ഇയാളെ ഇത്രയും കഷ്ടപ്പെടുത്തിയല്ലേ, സർട്ടിഫിക്കറ്റും കിട്ടി, തനിക്ക് ജോലി കിട്ടിയ കാര്യം വിളിച്ച് പറയാണ്. അപ്പം നിധി പറയുകയാണ്, തന്നെ നമ്മളെ ദ്രോഹിച്ച ഒരാൾ സർട്ടിഫിക്കറ്റും കത്തിച്ച് കളഞ്ഞ് ജോലി കിട്ടാതിരിക്കാൻ പരമാവധി നോക്കുന്ന ഒരാളെ വിളിച്ച് എനിക്ക് ജോലി കിട്ടി എന്ന് പറയുകയല്ല വേണ്ടുന്നത്, നമുക്ക് അതിനു വേണ്ടി സഹായിച്ച് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മളെ കൂടെ നിന്നവർക്ക് ഒരു താങ്ക്സ് പറയുകയാണ് വേണ്ടുന്നത്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ മറ്റവരെ വിളിച്ചിട്ട് നമുക്ക് ജോലി കിട്ടി എന്ന് അഹങ്കാരം കാണിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൂടെ നിന്നവർക്കൊരു താങ്ക്സ് പറയുകയാണ് വേണ്ടതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നെ ഈ
ഒരു ജോലിയിൽ എത്തിച്ചത് സുധീഷാണ്. അതിന് എല്ലാ രീതിയിലും എനിക്ക് സുധീഷിനോട് താങ്ക്സ് ഉണ്ട് എന്ന് നിധി പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുധീഷ് പറയാണ്, നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, നമ്മൾ തമ്മിൽ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ നിധി പറയണം, അങ്ങനല്ലല്ലോ, എൻ്റെ എല്ലാ കഷ്ടപ്പാടിലും സുധീഷല്ലേ എൻ്റെ കൂടെ നിന്നത്. അപ്പം സുധീഷിനോട് തന്നെയാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. പിന്നെ സുധീഷിൻ്റെ വീട്ടുകാരോടും എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് സുധീഷിൻ്റെ ചേട്ടന്മാരും അനിയനും അതേപോലെ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് നിധി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് സുധീഷിന്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്.